ഓക്കെ, അപ്പൊ നമ്മൾ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങളുടെ ചാപ്റ്റർ 15 സം നാച്ചുറൽ ഫിനോമിന. ഓക്കെ, നമ്മുടെ ചാപ്റ്റർ നെയിം എന്തായിരുന്നു? സം നാച്ചുറൽ ഫിനോമിന. എന്താണ് നാച്ചുറൽ ഫിനോമിന എന്ന് പറയുന്നത്? നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ പെട്ടെന്ന് വരുന്നത്? നാച്ചുറൽ ഫിനോമിന ഏതാണ്? നമുക്കറിയുന്ന എർത്ത് ക്വേക്ക്, അതൊക്കെ ഒരു നാച്ചുറലി നടക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. കുറച്ച് വോൾക്കാനോസ്, എർത്ത് ക്വേക്ക്, പിന്നെ എന്തൊക്കെയാണുള്ളത്? ലൈറ്റ്നിങ്, അതുപോലെ പല അല്ലെ നമുക്കറിയുന്ന കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ നമ്മളുടെ ഈ ചാപ്റ്ററിൽ നമ്മൾ ലൈറ്റ്നിങ്, എർത്ത് ക്വേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് നാച്ചുറൽ ഫിനോമിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നമുക്ക് അതിലേക്ക് പോയാലോ? Okay, a natural phenomenon is anything that occurs its own in nature without any kind of human intervention. Okay, എന്താണ് പറയുന്നത്? ഈ നാച്ചുറൽ ഫിനോമിന എന്ന് പറഞ്ഞാൽ താനെ തന്നെ നടക്കുന്നതാണ് അല്ലെ, അല്ലാതെ ഹ്യൂമൻസ് ഉണ്ടാക്കുന്ന ഒന്നുമല്ല അല്ലെ. ഹ്യൂമൻസ് ഉണ്ടാക്കുന്നതാണോ ഈ ഡ്രോട്ട്, അതുപോലെ നമ്മുടെ എർത്ത് അല്ല, അത് നാച്ചുറലി നടക്കുന്ന സംഭവമാണ്. ഓക്കെ, അതാണ് പറയുന്നത് ഫസ്റ്റ് പോയിന്റ്. നാച്ചുറൽ ഫിനോമിനൻ ഈസ് എനിത്തിങ് ദാറ്റ് ഒക്കേഴ്സ് ഓൺ ഇറ്റ്സ് ഓൺ ഇൻ നാച്ചർ. ഓക്കെ, നാച്ചുറൽ തന്നെ നടക്കുന്ന കാര്യം തന്നെയാണ് ഇറ്റ്സ് ഓൺ ഇൻ നാച്ചർ വിത്തൗട്ട് എനി കൈൻഡ് ഓഫ് ഹ്യൂമൻ ഇന്റർവെൻഷൻ അല്ലെ. മനുഷ്യന്റെ ഒരു തരത്തിലുള്ള ഇതും ഇല്ലാതാണ് നമ്മളുടെ ഈ എന്താണ് നാച്ചുറൽ ഫിനോമിന നടക്കുന്നത്. അതാണ് പറയുന്നത്. ഓക്കെ, a natural phenomenon is anything that occurs on its own in nature without any kind of human intervention. Okay, എന്താണ്? ഫോർ എക്സാമ്പിൾ the weather of a place, അതേപോലെ എന്താണ് നമ്മളുടെ പ്ലേസുകളുടെ കാലാവസ്ഥ, അതുപോലെ fog, storm, wind, tides, volcanic eruptions and cyclones of all can be categorized as natural phenomena. ഇതൊക്കെ എന്താണ് നാച്ചുറൽ ഫിനോമിന ആയിട്ട് നമുക്ക് പറയാൻ പറ്റും അല്ലെ. നമുക്കറിയാം വെതർ, അതൊക്കെ ആരെങ്കിലും ആക്കുന്നതാണല്ലേ, നാച്ചുറൽ തന്നെ ഉള്ളതാണ്. അതുപോലെ സ്റ്റോം, അതുപോലെ എന്തൊക്കെയാ പറഞ്ഞത്? സൈക്ലോൺസ്, അതുപോലെ എന്തൊക്കെയായിരുന്നു? ടൈഡ്സ് അല്ലെ. നമ്മളുടെ ടൈഡ്സ് ഒക്കെ താനേ നാച്ചുറൽ ഉണ്ടാവുന്നതാണ് അല്ലെ, സീൽ ഉണ്ടാവുന്നത്. അതേപോലെ വോൾക്കാനിക് ഇറപ്ഷൻസ്. ഓക്കെ, അതൊക്കെ ഒരു നാച്ചുറൽ ഫിനോമിനന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, എന്താ ഇപ്പൊ സെക്കൻഡ് പോയിന്റ് പറയുന്നത്? ഫോർ എക്സാമ്പിൾ ദ വെദർ ഓഫ് എ പ്ലേസ്, ഫോഗ്, സ്റ്റോംസ്, winds, tides, volcanic eruptions and cyclones all can be categorized as natural phenomenon. Okay, പിന്നെ എന്താണ്? some natural phenomenon can be destructive such as cyclones, thunderstorms, lightning and earthquakes. ഇതാണ്ടോ ചിലത് ഭയങ്കര ഡിസ്ട്രക്റ്റീവ് ആയിരിക്കും. ഡിസ്ട്രക്റ്റീവ് എന്ന് ഉദ്ദേശിച്ചാൽ എന്താണ്? നാശനഷ്ടങ്ങൾ ഉണ്ടാവും അല്ലെ, ഭയങ്കരമായിട്ട് നാശനഷ്ടങ്ങൾ ഉണ്ടാവും. ഹ്യൂമൻസിന്റെ ലൈഫൊക്കെ പോവും, നമ്മളുടെ എല്ലാ ബിൽഡിങ്സ്, ഹ്യൂമൻസ്, അനിമൽസ് ഒക്കെ ഈ ഒരു കുറച്ച് നാച്ചുറൽ ഫിനോമിന ഏതൊക്കെയാണ് നമുക്ക് അറിയുന്നുള്ളത്? നമുക്കറിയുന്നതാണ് സുനാമി അല്ലെ, അതുപോലെ നമ്മൾ അറിയുന്നതാണ് ലൈറ്റ്നിങ്, തണ്ടർസ്റ്റോംസ്, ലൈറ്റിംഗ്, സൈക്ലോൺസ്, എർത്ത് ഒക്കെ നമ്മളുടെ നാച്ചുറൽ ഉണ്ടായാൽ എന്താണ്? നമ്മളുടെ ഫുള്ളായിട്ട് കംപ്ലീറ്റ്ലി അവിടെ എന്താണ്? നശിച്ചു പോകും, ഡിസ്ട്രക്ഷൻ ആയി പോകും അല്ലെ. കംപ്ലീറ്റ്ലി ബിൽഡിങ്സും നമ്മളുടെ ഹ്യൂമൻസിനും എന്താണ് അനിമൽസിനും ഒക്കെ അവിടെ എന്താണ് നഷ്ടം സംഭവിക്കും അല്ലെ. അതാണ് പറയുന്നത്. some natural phenomenon can be destructive such as cyclones, thunderstorms, lightning and earthquakes. Okay, ചിലതൊക്കെ അല്ലെ. പിന്നെന്താണ്? However, there are some ways in which can we protect and prepare ourselves from these. അല്ലെ, കുറെ വേസ് ഒക്കെ ഉണ്ട്, കുറെ ഇതുണ്ട് നമുക്ക് ഈ ഇതിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്ക് കുറെ വേസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താ പറയുന്നത്? However, there is some ways with which we can protect and prepare ourselves from these natural ഫിനോമിന നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനുള്ള കുറെ വഴികൾ. ലൈറ്റ്നിങ് ഒക്കെ നമുക്ക് കുറെ വഴികൾ ഇപ്പം സയന്റിസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്, കുറെ വഴികളെ കൂടി ഒക്കെ തടയാൻ വേണ്ടിട്ട്. ഓക്കെ, അതുപോലെ ഇത് കുറച്ച് നാച്ചുറൽ ഫിനോമിനന്റെ എക്സാമ്പിൾസ് മാം കൊടുത്തതാണ്. ഏതൊക്കെയാണ്? ഡ്രൗട്ട്, വരൾച്ച അല്ലെ, നമുക്ക് വെള്ളമില്ലാത്തൊരു വരൾച്ചന്റെ അവസ്ഥ, അതാണ് ഡ്രോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തെന്താണ്? എർത്ത് ക്വേക്സ് എന്താണ്? ഭൂചലനം അല്ലെ, ഭൂകമ്പം എന്നൊക്കെ പറയാം അല്ലെ. എക്സ്ട്രീം ഹീറ്റ്, ഭയങ്കര ചൂട്, ഭയങ്കര എക്സ്ട്രീം ഹീറ്റ്. ഫ്ലഡ്സ് പറയുന്നത് എന്താണ്? വെള്ളപ്പൊക്കം അല്ലെ. പിന്നെ എന്തായിരുന്നു? ഹരിക്കൻസ്, അതുപോലെ ഭയങ്കര കാറ്റ്, അതുപോലെ ലാൻഡ് സ്ലൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒലിച്ചു വരുന്ന അല്ലെ, മണ്ണൊക്കെ ഒലിച്ചു വരുന്ന ലാൻഡ് സ്ലൈഡ്സ്. സ്പേസ് വെതർ, തണ്ടർസ്റ്റോംസ് ആൻഡ് ലൈറ്റ്നിങ്. തണ്ടർസ്റ്റോംസ് ആൻഡ് ലൈറ്റ്നിങ് ഇടിയും മഴയും എന്ന് പറയല്ല, അതാണ് തണ്ടർസ്റ്റോംസ് ആൻഡ് ലൈറ്റ്നിങ്. അതേപോലെ സുനാമീസ്, വോൾക്കാനോസ്, വൈൽഡ് ഫയർസ് എന്താ ഉദ്ദേശിച്ചത്? ഫോറസ്റ്റിലൊക്കെ വരുന്ന തീ. പിന്നെന്താണ്? വിന്റർ സ്റ്റോംസ് ആൻഡ് എക്സ്ട്രീം കോൾഡ്. ഇതൊക്കെ ഒരു എന്താണ്? നാച്ചുറൽ ഫിനോമിനന്റെ എക്സാമ്പിൾസ് ആണ് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ചിലതൊക്കെ ഭയങ്കരമായിട്ട് ഡിസ്ട്രക്റ്റീവ് ആയിരിക്കും അല്ലെ. എന്താണ്? ആലോചിച്ച് നോക്കി, ഡ്രോട്ട് ഉണ്ടായാലും എന്താണ്? നമ്മളുടെ വരൾച്ച ഉണ്ടായാലും അനിമൽസിനായാലും ഹ്യൂമൻസിനായാലും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടല്ലേ അല്ല, നമുക്കറിയുന്നതല്ലേ. അതുപോലെ പിന്നെന്താ മക്കളെ? നമ്മളുടെ എർത്ത് ക്വേക്ക് ഉണ്ടായാലും എങ്ങനെ ഉണ്ടാവും?
ഭൂകമ്പം ഉണ്ടായി എങ്ങനെ ഉണ്ടാവും, നമ്മുടെ ഭൂമി ഇങ്ങനെ കുലുങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും, മൊത്തം പൂവെല്ലാം ഡിസ്ട്രക്ട് ചെയ്ത് നമ്മുടെ എല്ലാ ബിൽഡിംഗ് സ്മെല്ലും, ആ ബിൽഡിങ്സ് ഒക്കെ നമ്മളെ തലയിൽ വീകും, ഒക്കെ നമ്മളും അല്ലെ. അങ്ങനെ പലതും നാച്ചുറലി നടക്കുന്ന കാര്യങ്ങളുണ്ട് അല്ലെ. അതുപോലെ എന്തായിരുന്നു, എക്സ്ട്രീം ഹീറ്റ്, ഭയങ്കര ചൂടായ ഒരവസ്ഥ, പുറത്തിറങ്ങുമ്പോൾ തന്നെ ഭയങ്കര ഹീറ്റായ അവസ്ഥ, അപ്പൊ നമുക്ക് പൊള്ളലേൽക്കാനും, അതുപോലെ നല്ല എക്സ്ട്രീം ഹീറ്റായ സമയത്ത് എന്താണ് വരൾച്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ, വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ എന്തൊക്കെയാണ്, ഹരിക്കെയിൻസ്, ലാൻഡ് സ്ലൈഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒലിച്ചു പോകും, നമ്മുടെ ലാൻഡ് ഒലിച്ചു പോകുന്ന ഒരു ഇതാണ് അല്ലെ. അതുപോലെ എന്തൊക്കെ, ഇതൊക്കെ നമ്മുടെ നാച്ചുറൽ ഫിനോമിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ മനസ്സിലാവുന്നത് നമുക്ക് ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ കുറച്ച് നാച്ചുറൽ ഫിനോമിനെ കുറിച്ച് പഠിക്കുന്നതാണ് കേട്ടോ. മെയിൻ ആയിട്ട് ലൈറ്റ്നിങ്ങും എർത്ത് ക്വേക്കും ആണ് പഠിക്കുന്നത്. ഓക്കെ, ലൈറ്റ്നിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, മിന്നൽ അല്ലെ, നമ്മൾ മിന്നൽ എന്നല്ല പറയാം. നമ്മള് മഴ വരുന്നതിന് കുറച്ച് മുന്നെയാണ് നമ്മൾ സാധാരണയായിട്ട് ലൈറ്റ്നിങ് കാണാറ്. ഓക്കെ, ലൈറ്റ്നിങ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഇറ്റ് ഈസ് ആൻ ഇലക്ട്രിക് ഡിസ്ചാർജ്. ഓക്കെ, ഒരു ഇലക്ട്രിക് ഡിസ്ചാർജ് ഓൺ ഇലക്ട്രിക് സ്പാർക്ക് ദാറ്റ് ഒക്കേഴ്സ് ഇൻ നാച്ചർ ഓൺ എ മേജർ സ്കെയിൽ. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ദ അക്യുമുലേഷൻ ഓഫ് ചാർജസ് ഇൻ ദ ക്ലൗഡ്സ്. എന്താണ് പറയുന്നത്, ഈ എന്തായിരുന്നു നമ്മുടെ ലൈറ്റ്നിങ് എന്ന് പറയാൻ എന്തായിരുന്നു, ഇലക്ട്രിക് ഡിസ്ചാർജോ അല്ലെങ്കിൽ ഇലക്ട്രിക് സ്പാർക്ക്, ഒരു ഇലക്ട്രിക് സ്പാർക്കാണ്. അതെന്താണ് പുറത്തേക്ക് വിടുന്നത്, എന്താണ് അത് കോസ്ഡ് ബൈ അക്യുമുലേഷൻ ഓഫ് ചാർജസ്. ഓക്കെ, അക്യുമുലേഷൻ ഓഫ് ചാർജസ് ഇൻ ദ ക്ലൗഡ്, ക്ലൗഡ്സിലെ എന്താണ് ചാർജസ് അക്യുമുലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ലൈറ്റ്നിങ് നടക്കുന്നതെന്നാ പറയുന്നത്. ഓക്കെ, എന്താണ് ലൈറ്റ്നിങ് ഈസ് ആൻ ഇലക്ട്രിക് ഡിസ്ചാർജ്. എന്താണ് വാട്ട് ഇസ് മീൻ ബൈ ലൈറ്റ്നിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതണം. Okay, lightning is an electric discharge or an electric spark that occurs in nature on a major scale. It is caused by the accumulation of charges in the clouds. It can be deadly and cause the destruction of life and property. Okay, ഇതെന്താണ് നമുക്ക് ലൈഫും പ്രോപ്പർട്ടിയും നശിപ്പിക്കും ഈ ലൈറ്റ്നിങ് എന്ന് വെച്ചാൽ. നല്ല ശക്തിയായിട്ട് ലൈറ്റ്നിങ് ആണെങ്കിൽ നമുക്ക് എന്താണ് ആളഭയമൊക്കെ ഉണ്ടാവുന്നല്ലേ, കുറെ കേട്ടിട്ടുണ്ട്, മിന്നലടിച്ചു എന്ന് കേട്ടിട്ടില്ലേ. അതുപോലെ തന്നെ എന്താണ്, അത് പ്രോപ്പർട്ടി നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഓക്കെ, in ancient times people were unaware of the cause of lightning and hence they were scared. Okay, പണ്ടത്തെ കാലത്തൊക്കെ അവർക്ക് എന്ത് ചെയ്യണം എന്നുള്ള അവയർനെസ് അല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ അവർ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു ലൈറ്റിങ്ങിനെ കുറിച്ചിട്ട്. Nowadays scientists have evolved some precautions that can help us prepare and protect ourselves from these natural phenomena. ഇപ്പൊ nowadays എന്താണ് സയന്റിസ്റ്റ് കുറെ പ്രിക്കോഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ട് നമുക്കത് നാച്ചുറൽ ഫിനോമിന തടയാനും അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ചെയ്യാനും വേണ്ടിയിട്ട്. ഓക്കെ, അതാണ് പറയുന്നത്. Nowadays scientists have evolved some precautions that can help us prepare and protect ourselves from this natural phenomenon. Okay, അപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് ഫസ്റ്റ് നാച്ചുറൽ ഫിനോമിനെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു, എന്താണ് നാച്ചുറൽ ഫിനോമിന എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പറഞ്ഞ ലൈറ്റ്നിങ് ആണ്. ലൈറ്റ്നിങ്ങിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. വാട്ട് ഇസ് മീൻ ബൈ ലൈറ്റ്നിങ് എന്തായിരുന്നു, Lightning is an electric discharge or an electric spark that occurs in nature on a major scale. It is caused by the accumulation of charges in the clouds. അല്ലെ, എന്താ കോസ് ചെയ്യുന്ന, accumulation of chargesന്റെ accumulation in the clouds. It can be deadly and cause the destruction of life and property. എന്താണ് ലൈഫും പ്രോപ്പർട്ടിയും ഡിസ്ട്രക്ഷൻ അല്ലെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കോസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഓക്കെ, ഇതെന്താ നമ്മളുടെ ലൈറ്റ്നിങ്ങിന് ചെറിയൊരു ഫിഗർ മാം കൊടുത്തതാണ് അല്ലെ. ഓക്കെ, എന്തായിരുന്നു ലൈറ്റ്നിങ്ങിന്റെ ഫിഗർ ആണ് ജസ്റ്റ്. ഓക്കെ, ദ സ്പാർക്ക് ദാറ്റ് ഗ്രീക്സ് നോ എബൌട്ട്. എന്താണ് ഗ്രീക്സ് ഒക്കെ സ്പാർക്ക് ദാറ്റ് ഗ്രീക്സ് നോ എബൌട്ട്. ഗ്രീക്സ് വേസ് ഓൾറെഡി അവെയർ ഓഫ് ദ ഇലക്ട്രിക് ചാർജസ്. ഫ്രം 600 BC വരെ അവർ ഇലക്ട്രിക് ചാർജസിനെ കുറിച്ച് അവെയർ ആയിരുന്നു എന്നാ പറയുന്നത്. ഓക്കെ, ദേ നോ ദാറ്റ് വെൻ ആംബർ ഓഫ് ടൈപ്പ് ഓഫ് റെസിൻ ഓർ സിന്തറ്റിക് പോളിമർ, അത് ആംബർ എന്ന് പറഞ്ഞ ടൈപ്പ് ഓഫ് റെസിൻ ഒരു പോളിമറോ അല്ലെങ്കിൽ സിന്തറ്റിക് പോളിമറിന്റെ ആംബർ ആൻഡ് ഫർ റബ്ബഡ് ടുഗദർ. അതെന്താണ്, രണ്ടും കൂടെ റബ്ബ് ചെയ്യുമ്പോൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പറയുന്നത്, ആംബർ ക്യാൻ അട്രാക്ട് ലൈറ്റ് ഒബ്ജക്ട്സ് ലൈക്ക് ഹെയർ. എന്താ പറയുന്നത്, ഈ ആംബറും ഈ ഫറും റബ്ബ് ചെയ്താൽ അല്ലെ, ഫർ റബ്ബ് ചെയ്താൽ അവിടെ ഹെയർ ഒക്കെ നമുക്ക് അത് അട്രാക്ട് ചെയ്യുന്ന പറയാം. അതുപോലെ നിങ്ങളുടെ സിമ്പിൾ ആയിട്ട് ആലോചിച്ചേ, നമ്മളുടെ ചിലവരൊക്കെ സ്കെയിലല്ലേ, നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയില്, വുഡൻ സ്കെയിലല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയില് നമ്മള് സിൽക്ക് ക്ലോത്തില് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് നോക്കിയേ, അത് അവിടെ ചാർജ് ആയിട്ട് നമ്മളൊരു ചെറിയ സ്മോൾ പേപ്പർ വെച്ചിട്ട് അത് ജസ്റ്റ് അതിന്റെ അടുത്ത് ടച്ച് ചെയ്യാതെ തന്നെ എടുത്ത് നോക്കിയേ, ആ പേപ്പർ അട്രാക്ട് ചെയ്യുന്നത് കാണാം.
ഉണ്ടോ? അതെന്താണ്? നമ്മളുടെ അത് റബ്ബ് ചെയ്യുമ്പോൾ അവിടെ നെഗറ്റീവ് ചാർജ് ആവുന്നുണ്ട്. അപ്പൊ നമ്മളുടെ പേപ്പർ അതെന്താണ് അട്രാക്ട് ചെയ്യുന്നത് കാണാം. ഓക്കെ, നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? എക്സ്പെരിമെന്റ് ഒന്ന് ചെയ്ത് നോക്കി കേട്ടോ. ഓക്കെ, അതാണ് നമ്മുടെ സ്പാർക്ക് ഗ്രീക്സ് നോ എബൌട്ട് എന്ന് പറയുന്നത്. ഗ്രീക്സ് എന്താണ്? ഇത് ഓൾറെഡി അവെയർ ആണ് ഇലക്ട്രിക് ചാർജസിനെ കുറിച്ചിട്ട്. ഫ്രം 600 BC മുതൽ ദേ നോ ദാറ്റ് വെൻ ദ ആംബർ എ ടൈപ്പ് ഓഫ് റെസിൻ സിന്തറ്റിക് പോളിമർ ആണ് ഈ ആംബർ എന്ന് പറയുന്നത്. ആൻഡ് ഫർ ആ റബ്ബഡ് ടുഗദർ, അതായത് റബ്ബ് ചെയ്യാണ്. ഓക്കെ, ക്ലോത്ത് റബ്ബ് ചെയ്യാണ്. ദെൻ ആംബർ ക്യാൻ അട്രാക്ട് ലൈറ്റ്. പിന്നെ ആ ആംബർ നമ്മൾ ലൈറ്റ് ഓഫ് ഹെയറിന്റെ ഒക്കെ എടുത്ത് വെച്ച ഹെയർ ഒക്കെ നമുക്ക് അട്രാക്ട് ചെയ്യാന്നാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ. സിമിലർലി വൂളൻ ക്ലോത്ത്സ് ഓർ പോളിസ്റ്റർ ക്ലോത്ത്സ്, എന്താ പറയുന്നത്? വൂളൻ ഓർ പോളിസ്റ്റർ ക്ലോത്ത്സ് ആണ് എന്താണ് ഓൾസോ അട്രാക്ട് ഇൻ ഹെയർ. അതൊക്കെ എന്താണ് ഹെയർ അട്രാക്ട്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ വൂളൻ ക്ലോത്ത്സ് ഓർ പോളിസ്റ്റർ ഒക്കെ പെട്ടെന്ന് നമ്മൾ ധരിക്കുമ്പോൾ തന്നെ ഹെയർ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നാറുണ്ട്. അതെന്താണ്? അവിടെ ചാർജസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചാർജസ് വന്നിട്ട് അവിടെ അട്രാക്റ്റീവ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം സിമിലർലി വൂളൻ ക്ലോത്ത്സ് ഓർ പോളിസ്റ്റർ ക്ലോത്ത്സ് ഓൾസോ അട്രാക്ട് ഹെയർ ആൻഡ് പ്രൊഡ്യൂസ് എ ലിറ്റിൽ സ്പാർക്ക് ഓർ ക്രാക്ലിംഗ് സൗണ്ട് വെൻ ദേ ആർ ടേക്കൺ ഓഫ് ഫ്രം ദ ബോഡി. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. അതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ബ്ലാങ്കറ്റ്സ് ഒക്കെ നമ്മൾ പെട്ടെന്ന് അതൊന്ന് ഒരു സ്പാർക്ക് പോലെ കണ്ടിട്ടുണ്ടോ? സ്പാർക്ക് പോലെ കണ്ടിട്ടുണ്ടോ? ഒരു നമ്മളുടെ എന്താ പറയാ, പെട്ടെന്ന് ഒരു ഇലക്ട്രിക് സ്പാർക്ക് പോലെ പെട്ടെന്ന് കത്തിയ ഒരു സ്പാർക്ക് പോലെ കണ്ടിട്ടുണ്ടോ? അതൊക്കെ നമ്മളെ ചാർജസ് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ ചാർജസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്താണ്? സിമിലർലി വൂളൻ ക്ലോത്ത്സ് ഓർ പോളിസ്റ്റർ ക്ലോത്ത്സ് ഓൾസോ അട്രാക്ട് എയർ ആൻഡ് can produce a little spark or crackling sound when they are taken off from the body. അല്ലെ, ബോഡിയിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് ഈ വൂളൻ ക്ലോത്ത്സ് ഒക്കെ നമ്മൾ ബോഡിയിൽ നിന്ന് എടുക്കും, പെട്ടെന്ന് ഒരു സൗണ്ട് പോലെ പ്രൊഡ്യൂസ്. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജസ് കൊണ്ടാണെന്നാണ് പറയുന്നത്. ഓക്കെ, Benjamin Franklin was an American scientist who in 1752 discovered and proved that lighting and spark produced from these clothes are all same things. Okay, എന്താണ് ഇപ്പം പറയുന്നത്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നാണ് ഒരു സയന്റിസ്റ്റ്. എന്താ പറയുന്നത്? ഇതിൽ നിന്നൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പാർക്കും ലൈറ്റ്നിങ്ങും എന്താണ് സെയിം ആണെന്നാണ്, സെയിം തിങ് ആണെന്നാണ് കണ്ടുപിടിച്ചത്. ഓക്കെ, വാട്ട് ആർ ഇലക്ട്രിക് ചാർജസ്? എന്താണ് ഇലക്ട്രിക് ചാർജസ് എന്ന് പറഞ്ഞാൽ? അപ്പൊ നമ്മളിപ്പം കോമൺ ആയിട്ട് പറഞ്ഞു, ചാർജസിന് കൊണ്ടാണ് ഇതൊക്കെ എന്താണ് അട്രാക്ഷൻ ഒക്കെ നടക്കുക, അതുപോലെ സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സൗണ്ട് ഉണ്ടാക്കുന്നത് എന്നൊക്കെ മാം ജസ്റ്റ് പറഞ്ഞു അല്ലെ? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ പറയുന്നത്? മാം അങ്ങനെ പറഞ്ഞു പോയത് ഡൗട്ട് ആയിട്ടുണ്ടാവും അല്ലെ? അതെന്താണ് നമ്മൾ പറയുന്നത്? ജസ്റ്റ് നമ്മൾ നമുക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. മെയിൻ ആയിട്ട് നമ്മൾ ബ്ലാങ്കറ്റ് ഒക്കെ ബ്ലാങ്കറ്റ്സ് എന്നല്ല നിങ്ങൾ പറയാം, ബ്ലാങ്കറ്റ്സ് ഒരു വൂളൻ ക്ലോത്ത്സ് ഒക്കെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ എടുക്കും, ജസ്റ്റ് സ്പാർക്ക് വരുന്നത് കാണാം. അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മാം നേരത്തെ പറയുമ്പോൾ, അത് സ്കെയിൽ വെച്ചിട്ട് നമുക്ക് ചെറിയ പേപ്പർ ഓർ ഹെയർ ആയാലും യൂസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് പോലെ വെച്ചാൽ നമുക്ക് ആ ഹെയർ അട്രാക്ട് ചെയ്യുന്നത് കാണാം. ഓക്കെ, അതാണ് മാം പറഞ്ഞത് കേട്ടോ. അപ്പൊ അവിടെ എന്തുകൊണ്ടാണ് അവിടെ ചാർജസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇലക്ട്രിക് ചാർജ് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്നാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് അല്ലെ? എന്തുകൊണ്ടാണ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത്? എന്താണ് സംഭവം? ഓക്കെ, എന്താണ് വാട്ട് ആർ ഇലക്ട്രിക് ചാർജസ് എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഈ ആറ്റം എന്ന് പറയുന്നതിൽ എന്താണ് കുറെ ചാർജസ് ഉണ്ട് അല്ലേ? നമുക്ക് ഉണ്ടാക്കുന്ന ഓരോ വസ്തുവിലും ഓരോ ആറ്റം കുറെ ആറ്റം കൂടിയതാണല്ലോ വസ്തുക്കൾ. ആ ഒരു ഒബ്ജക്ട്സിൽ നമുക്ക് എന്താണ് ആറ്റം എന്ന് പറയുന്നതിൽ എന്താണ് ഇലക്ട്രോൺ, പ്രോട്ടോൺ, എന്താണ് ന്യൂട്രോൺ എന്ന് പറഞ്ഞ ചാർജസ് ഉണ്ട്. ഇലക്ട്രോൺ എന്ന് പറയുന്നതാ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺസ്. ഓക്കെ, ആ ആറ്റംസിൽ നമുക്ക് ഒരു ന്യൂക്ലിയസ് ആണ്, അതിന് നടുവിൽ നിൽക്കുന്ന ന്യൂക്ലിയസ്, അതിലാണ് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉള്ളത്. ഓക്കെ, ഈ ഇലക്ട്രോൺസ് നമുക്ക് തരുന്നത് നെഗറ്റീവ് ചാർജസ് ആണ്. എന്ത് ചാർജസ് ആണ്? നെഗറ്റീവ് ചാർജസ് ആണ്. പ്രോട്ടോൺസ് എന്ത് ചാർജസ് ആണ്? പോസിറ്റീവ് ചാർജ് ആണ് പ്രോട്ടോൺസ്. ഓക്കെ, ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജസും നെഗറ്റീവ് ചാർജസ് ആണ്. പ്രോട്ടോൺ എന്താണ്? പോസിറ്റീവ് ചാർജുമാണ് നമുക്ക് തരുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ആറ്റമിൽ ഏതൊക്കെ ഇതുള്ളത്? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ആണ്. ന്യൂട്രോൺ എന്ന് പറയുന്നത് ചാർജസ് ഇല്ലാത്തതാണ്. ഇലക്ട്രോൺ ആണ് നെഗറ്റീവ് ചാർജ് ഉള്ളത്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ഇലക്ട്രിക് ചാർജസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഓക്കെ, we know that every atom comprises of a subatomic particles. എന്താണ്? അതിൽ കുറെ subatomic particles such as protons,
ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. അതാണ് മാം നേരത്തെ പറഞ്ഞത്. ഓക്കെ, ഓൾ ദീസ് പാർട്ടിക്കിൾസ് ഷെയർ എ കോമൺ പ്രോപ്പർട്ടി ദേ ക്യാരി ഇലക്ട്രിക് ചാർജ്. അല്ലെ, അവയൊക്കെ എന്താണ് ക്യാരി ചെയ്യുന്നത്? ഇലക്ട്രിക് ചാർജസ് ക്യാരി ചെയ്യുന്നുണ്ട്. ഈ 3 സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്ത് ക്യാരി ചെയ്യുന്നുണ്ട്? ചാർജസ് ക്യാരി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇലക്ട്രോൺസ് ഹാവ് എ നെഗറ്റീവ് ചാർജ് ഓൺ ദം വൈ പ്രോട്ടോൺസ് ഹാവ് എ പോസിറ്റീവ് ചാർജ്. ഓക്കെ, ഇലക്ട്രോൺസ് എന്ത് ചാർജ് ആണുള്ളത്? നെഗറ്റീവ് ചാർജ് ആണ്. പ്രോട്ടോൺസിന് എന്ത് ചാർജ് ആണുള്ളത്? പോസിറ്റീവ് ചാർജ് ആണ്. ഓക്കെ, we know that atoms carry a balanced charge. However, these charges may sometimes become out of order. Okay, ഒരു ആറ്റമില് നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും സെയിം ആയിരിക്കും. അവർ ബാലൻസ്ഡ് ചാർജ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ 20 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ 20 പ്രോട്ടോൺസും ഉണ്ടാവും. പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും എന്താണ്? ബാലൻസ്ഡ് ആയിരിക്കും. ചില സമയത്ത് നമ്മൾ ഇതുപോലെ റബ്ബിംഗ് ഒക്കെ നടക്കുന്ന സമയത്താണ് അവിടെ ചാർജസിന്റെ ഡിഫറൻസ് വരുന്നുണ്ട്. ഓക്കെ, അതാണ് പറയുന്നത്. എന്താണ്? വി നോ ദാറ്റ് ആറ്റംസ് ക്യാരി എ ബാലൻസ്ഡ് ചാർജ്. ഹൗവർ ദീസ് ചാർജസ് മേ സംടൈംസ് ബിക്കം ഔട്ട് ഓഫ് ഓർഡർ. അതെന്താ? ഓർഡർ തെറ്റുന്നാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? നമ്മളിപ്പം ആറ്റംസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആറ്റംസിൽ നമ്മൾ പറഞ്ഞു ഏതൊക്കെ ചാർജസ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട്. അതിലുള്ള പാർട്ടിക്കിൾസ് ആണ് പറയുന്നത്. ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്. ഓക്കെ, ഈ ഇലക്ട്രോൺസിന്റെ എന്തായിരുന്നു? നെഗറ്റീവ് ചാർജ് ആണ്. പ്രോട്ടോൺസിന് ഏത് ചാർജ് ആണ് പറയുന്നത്? പോസിറ്റീവ് ചാർജ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ആറ്റംസിൽ എപ്പോഴും എന്താണ്? നമ്മൾ ബാലൻസ് ചാർജസ് ആയിരിക്കും. ഇലക്ട്രോൺസ് എത്ര ഉണ്ടോ അതുപോലെ തന്നെ ആയിരിക്കും പ്രോട്ടോൺസും ഉണ്ടാവുക. അവരെ ബാലൻസ്ഡ് ആയിരിക്കും. ബട്ട് ചില കേസിൽ അത് എന്ത് ചെയ്യും? എന്താണ്? അത് തെറ്റും. അല്ല, ഓർഡർ തെറ്റും. അപ്പോഴാണ് അത് ചാർജ്ഡ് ആയി എന്ന് പറയാം. Okay, an object will be called electrically neutral if it is carrying a balanced proportion of positive and negative charges. Okay, അവർ ന്യൂട്രൽ ആണ്. ഇലക്ട്രിക്കലി ഒരു ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ് എന്ന് പറയാം. എപ്പോഴാണ് മക്കളെ പറയാ? അതിന്റെ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ബാലൻസ്ഡിലായിരിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞത് 20 ആണ് ആയിരിക്കുകയാണെങ്കിൽ മറ്റൊരു ന്യൂട്രൻസ് സെയിം 20 തന്നെ ആയിരിക്കും. അവിടെ ബാലൻസ്ഡ് ആണ്. അതാണ് നമ്മൾ ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്ന് പറയാം. ഓക്കെ, electrically neutral. An object will be called electrically neutral if it is carry a balanced proportion of positive and negative charges. Okay, an object is called charged object or object charge. ഞാൻ പറഞ്ഞ ഒബ്ജക്ട് ചാർജ്ഡ് ആണെന്ന് പറയാൻ എന്താ പറയാ? where there is an imbalance of electrons. ഓക്കെ, അവിടെ എന്താണ്? ഏതോ ഒന്ന് കൂടി അല്ലെങ്കിൽ ഏതോ ഒന്ന് കുറഞ്ഞെങ്കിൽ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇംബാലൻസ്ഡ് ആയിരിക്കും, ബാലൻസ് ആയിരിക്കില്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇലക്ട്രോൺസിൽ ഒരു 10 എണ്ണാണെന്ന് പറഞ്ഞാൽ ന്യൂട്രോൺസിൽ ഇപ്പൊ 9 എണ്ണം ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇലക്ട്രോൺസ് 10 എണ്ണം, പ്രോട്ടോൺസ് 9 ആണെങ്കിൽ ഏത് ചാർജ് ആയിരിക്കും കൂടുതൽ അവിടെ കാണിക്കുന്നത്? നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും, നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മളുടെ ചാർജ്ഡ് ഒബ്ജക്ട്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളതിനാണ് നമ്മൾ ചാർജ്ഡ് ഒബ്ജക്ട്സ്, നെഗറ്റീവ്ലി ചാർജ്ഡ് അല്ല, ചാർജ്ഡ് ഒബ്ജക്ട്സ് എന്ന് പറയാം. ഓക്കെ, എന്തായിരുന്നു? ഒന്ന് റീഡ് ചെയ്തേ, റീഡ് ചെയ്തേ മക്കളെ. ഒന്നും ജസ്റ്റ് എന്താണ് വാട്ട് ആർ ചാർജസ് എന്ന് പറഞ്ഞ ഒന്ന് റീഡ് ചെയ്തേ. ഡൗട്ട് അടിക്കുന്നുണ്ടോ? We know that every atom comprises of subatomic particles such as electrons, protons and neutrons. All these particles share a common property that they carry electric charges. Okay? Electrons have a negative charge on them. Protons have a positive charge on them. We know that atoms carry a balanced charge. However, these charges may sometimes become out of order. An object will be called electrically neutral if it is carrying a balanced proportion of positive and negative. അല്ലെ, ബാലൻസ്ഡ് പ്രൊപ്പോർഷൻ ആണ് പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ് എങ്കിൽ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. അല്ലെ, ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് പറയാം. അല്ലെ, ഒബ്ജക്ട് തന്നെ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് പറയാം. അല്ലെ, ആറ്റംസ് കൂടിയതാണല്ലോ ഒബ്ജക്ട്സ്. Okay, an object is called a charged object if there is an imbalance of electrons and protons. അല്ലെ, ഇലക്ട്രോൺസും പ്രോട്ടോൺസും ഇംബാലൻസ്ഡ് ആണെങ്കിൽ എന്താണ്? നമുക്ക് എന്ത് പറയാം? ഒബ്ജക്ട് എന്താണ്? ചാർജ്ഡ് ആണെന്ന് പറയാം. ഓക്കെ, ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞു നമ്മൾ ചാർജിങ്, നമുക്ക് റബ്ബിംഗ് കൊണ്ട് ചാർജിങ് ഉണ്ടാകും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പാർട്ട് പറയുന്നത് ചാർജിങ് ബൈ റബ്ബിംഗ് ആണ്. ഓക്കെ, when we rub two objects with each other, they charged due to a transfer of electrons between them. എന്താ പറയുന്നത്? when we rub objects with each other, രണ്ട് ഒബ്ജക്ട്സ് നമ്മൾ എന്താണ് each other റബ്ബ് ചെയ്യുകയാണെങ്കിൽ they get charged due to transfer. അല്ല, ഇലക്ട്രോൺസിന്റെ ട്രാൻസ്ഫർ തമ്മിൽ അവിടെ ഒരു ട്രാൻസ്ഫറിങ് നടക്കുന്നു. ഇലക്ട്രോൺസിന്റെ ട്രാൻസ്ഫറിങ് കൊണ്ട് അവിടെ എന്താണ്
എന്താ മക്കളെ നടക്കുന്നത്? ചാർജ് ആവുകയാണ്, രണ്ട് ഒബ്ജക്റ്റും ചാർജ് ആവുകയാണെന്ന് പറഞ്ഞു. വെൻ വി റബ്ബ് ടു ഒബ്ജക്ട് വിത്ത് ഈച്ച് അതർ, രണ്ട് ഒബ്ജക്റ്റ് തമ്മിൽ അതാണ് റബ്ബ് ചെയ്യുകയാണെങ്കിൽ ദേ ഗെറ്റ് ചാർജ്ഡ്, അവരെന്താണ് ചാർജ്ഡ് ആവും ഡ്യൂ ടു ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ. എന്ത് ട്രാൻസ്ഫർ ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺസിന്റെ ട്രാൻസ്ഫർ. ഓക്കെ, ഡ്യൂ ടു ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ ദം, അവരുടെ എന്ത് ട്രാൻസ്ഫർ ചെയ്യും? ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇഫ് വി റബ്ബ് എ റബ്ബർ, എന്താണ് നമ്മൾ റബ്ബ് ചെയ്യുന്നത്? ഒരു റബ്ബറാണ് റബ്ബ് ചെയ്യുന്നത്. സോറി, ഇഫ് വി റബ്ബ് എ റബ്ബർ ബലൂൺ. ഓക്കെ, എന്താണ് നമ്മൾ റബ്ബ് ചെയ്യുന്നത്? റബ്ബർ ബലൂൺ വിത്ത് ആൻ അനിമൽ ഫർ. ഒരു അനിമൽ ഫർ, അനിമൽ എന്താണ്? ഫർ എന്ന് എന്താ അറിയില്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് റബ്ബർ ബലൂണ് നമ്മൾ അനിമൽ ഫർ കൊണ്ട് അല്ലെ ഇതുകൊണ്ട് റബ്ബ് ചെയ്യുകയാണെങ്കിൽ ബലൂൺ ഈസ് മെയ്ഡ് അപ്പ് ദ റബ്ബർ അട്രാക്ട്സ് ദ ഇലക്ട്രോൺസ് ഫ്രം ദ അനിമൽ ഫർ. എന്താണ്? ദ ബലൂൺ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് റബ്ബർ അല്ലെ, നമ്മൾ ബലൂണ് റബ്ബർ ബലൂൺ ആണെങ്കിൽ എന്താണ്? അട്രാക്ട്സ് ഇലക്ട്രോൺസ് ഫ്രം ദ അനിമൽ ഫർ. അനിമൽ ഫറിലുള്ള ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യും. ഓക്കെ, അനിമൽ ഫറിലുള്ള ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, എന്താ പറയുന്നത്? നമ്മളിപ്പം ഒരു റബ്ബർ ബലൂൺ നമ്മൾ യൂസ് ചെയ്യുന്ന ബലൂൺസ് അറിയില്ലേ, ആ റബ്ബർ ബലൂൺ നമ്മൾ ഫെറു കൊണ്ട് റബ്ബ് ചെയ്താൽ എന്ത് ചെയ്യും? അവിടെ ചാർജ് വന്ന് എങ്ങനെ വരും? ഇലക്ട്രോൺസ്, ഫറിലുള്ള ഇലക്ട്രോൺസിനെ എന്താണ് റബ്ബർ ബലൂൺ അട്രാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, the results in the rubber having excess of electrons while fur having a shortage of electron. എന്താ പറയുന്നത്? ഈ ഒരു സമയത്ത് നമ്മളുടെ എന്താണ് ഇപ്പം ഫറിലുള്ള ഇലക്ട്രോൺസിന് ആര് അട്രാക്ട് ചെയ്തത്? ആരാ അട്രാക്ട് ചെയ്തത്? നമ്മളുടെ റബ്ബർ ബലൂൺ അട്രാക്ട് ചെയ്തു. അപ്പൊ നമ്മളുടെ റബ്ബർ ബലൂൺ എന്താവും? എക്സസ് ഇലക്ട്രോൺസ്, കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ടാവും അല്ലെ. നമ്മളുടെ ഇപ്പൊ നമുക്കറിയാം ഒരു ഒബ്ജക്റ്റിനെ ബാലൻസ്ഡ് ആയിരിക്കും എന്ത്? നമ്മൾ ഇലക്ട്രോൺസും പ്രോട്ടോൺസും ഒക്കെ. അപ്പൊ നമ്മളിപ്പോ അത് റബ്ബ് ചെയ്യുമ്പോൾ ഇപ്പൊ മാം പറഞ്ഞ റബ്ബർ ബലൂണും ഫറും വെച്ചിട്ടാണ് നമ്മൾ റബ്ബ് ചെയ്യുന്നത് വെച്ചാൽ ഫറിലെ ഇലക്ട്രോൺസിന് ആരെ അട്രാക്ട് ചെയ്യുന്നുണ്ട്? എന്ത് അട്രാക്ട് ചെയ്യുന്നുണ്ട് മക്കളെ? ബലൂൺ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ആ ബലൂണിൽ അപ്പൊ എന്ത് ചെയ്യും? ഇലക്ട്രോൺസിന് എണ്ണം കൂടൂലേ? ഇലക്ട്രോൺസിന് അപ്പൊ അതെന്താവും? ചാർജ്ഡ് ആവും. അതുപോലെ ഫറിൽ എന്താവും? ഇലക്ട്രോൺസിന് എണ്ണം കുറയും, അതും എന്താവും? ചാർജ്ഡ് ആവും. ഓക്കെ, അപ്പൊ എന്താ പറയുന്ന പോയിന്റ്? ദിസ് റിസൾട്ട്സ് ഇൻ ദ റബ്ബർ ഹാവിംഗ് എക്സസ് ഓഫ് ഇലക്ട്രോൺസ് വൈൽ ഫർ ഹാവിംഗ് എ ഷോർട്ടേജ് ഓഫ് ഇലക്ട്രോൺസ്. അവരെന്താണ്? ഫർ എന്താണ്? ഷോർട്ടേജ് ഓഫ് ഇലക്ട്രോൺസ്. ഇൻ ദ സെയിം വേ ഇഫ് യു റബ്ബ് എ പ്ലാസ്റ്റിക് കോംബ് വിത്ത് എ ഡ്രൈ ഹെയർ ദ കോംബ് അക്വയർസ് സം ചാർജ്. അതുപോലെ തന്നെ നമ്മൾ ഒരു പ്ലാസ്റ്റിക് കോംബ് നമ്മൾ ഡ്രൈ ഹെയറിൽ കോംബ് ചെയ്താലും അവിടെ ഒരു ചാർജസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു അട്രാക്ഷൻ നടക്കുന്നത് കാണാം നമ്മൾ വരുമ്പോ. ഓക്കെ, same way if you rub a plastic comb with a dry hair the comb acquires some charges. Okay, ഓക്കെ അല്ലേ? അപ്പൊ ചാർജിംഗ് ബൈ റബ്ബിംഗ് എങ്ങനെ മനസ്സിലായോ? എന്തായിരുന്നു പോയിന്റ്? ഒന്നുകൂടി വായിക്കട്ടെ, ഒന്നുകൂടെ മാം വായിക്കുക, ഒന്ന് നോക്കിയേ. when we rub two objects with each other, എന്താണ്? നമ്മൾ രണ്ട് ഒബ്ജക്റ്റ് നമ്മൾ റബ്ബ് ചെയ്യാണ് with each other they get charged. എന്താണ്? അവർ ചാർജ് ആവും due to transfer of electrons between them. എന്താണ് അവിടെ ട്രാൻസ്ഫറിങ് നടക്കുന്നത്? ഇലക്ട്രോൺസിന് ട്രാൻസ്ഫറിങ് ആണ് നടക്കുന്നത് അല്ലെ. അപ്പം when we rub two objects with each other they get charged due to transfer of electrons between them. Okay, for example if we rub a rubber balloon, എന്താ നമ്മൾ റബ്ബ് ചെയ്യുന്നത്? റബ്ബർ ബലൂൺ with animal fur, the balloon is made up of rubber attracts the electrons. എന്താണ്? attracts the electrons from the animal fur. animal furലുള്ള ഇലക്ട്രോൺസിന് ആരെ അട്രാക്ട് ചെയ്യും? റബ്ബർ ബലൂൺ അട്രാക്ട് ചെയ്യും. പിന്നെ എന്താ നടക്കുന്നത്? This results in the rubber having an excess of electrons. എന്താണ്? അവിടെ എന്താണ്? ഇലക്ട്രോൺസിന്റെ എക്സസ് ആണ് അല്ലെ. This results in rubber having an excess of electrons while the fur having the shortage of electrons. അവിടെ എന്താണ്? ഫർ എന്താണ്? ഇലക്ട്രോൺസിന് ഷോർട്ടേജ് ആണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ഫറിൽ ഷോർട്ടേജും നമ്മളുടെ എന്തില് ബലൂണില് എക്സസും ആണ് ഇലക്ട്രോൺസിന്റെ. ഓക്കെ, in the same way if you rub a plastic comb with the dry hair the comb acquires the same charge. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ പ്ലാസ്റ്റിക് കോംബ് നമ്മൾ ഡ്രൈ ഹെയറിൽ റബ്ബ് ചെയ്താലും നമുക്ക് അതുപോലെ ചാർജ് ആവുന്നുണ്ട് എന്നാ പറയും. ഓക്കെ, മനസ്സിലായല്ലോ? നമുക്കറിയാം ബാലൻസ്ഡ് ആണ് ഒരു ഒബ്ജക്റ്റിലുള്ള നമ്മളെ അറ്റോമിക് ഈ പ്രോട്ടോൺസും ഇലക്ട്രോൺസിന്റെയും ഒക്കെ എണ്ണം സെയിം ആണ് എങ്കിൽ അവിടെ എന്താണ്? ബാലൻസ്ഡ് ആയിരിക്കും, ചാർജ് ഒന്നും ആവില്ല, ചാർജ്ഡ് ആവില്ല. അവിടെ എന്താണ്? നമ്മളുടെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റുമായിട്ട് വേറൊരു ഒബ്ജക്റ്റ് അട്രാക്ട് ചെയ്തിട്ട് നമ്മുടെ ഇലക്ട്രോൺസ് നമ്മൾക്ക് മൂവ് ചെയ്ത് മറ്റേതിലേക്ക് അട്രാക്ട് ചെയ്താൽ അവിടെ എന്ത് ചെയ്യും? അവിടെ എന്ത് ചെയ്യും? ലോസ് ആവും അല്ലെ. അപ്പൊ അതും ചാർജ്ഡ് ആവും. ഇത് അട്രാക്ട് ചെയ്യുമ്പോൾ അവിടെ എക്സസ് ആവും. അട്രാക്ട് ചെയ്ത ഒബ്ജക്റ്റ് എക്സസ് ആവും അല്ലെ, കൂടുതലാവും.
അവിടെ എന്ത് ചെയ്യും, അതും ചാർജ്ഡ് ആവും. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ അത് രണ്ടും എങ്ങനെയാണ് ഒബ്ജക്ട്സ് ചാർജിങ് ബൈ റബ്ബിംഗ് എന്ന് പറഞ്ഞ മെത്തേഡിലൂടെ എങ്ങനെയാണ് ഒബ്ജക്ട്സ് ചാർജ് ചെയ്യുന്നതെന്നാണ് മാം പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടോ? ജസ്റ്റ് ചാർജിങ്ങിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ആറ്റമിലുള്ള ഏതൊക്കെ പാർട്ടിക്കിളാണ്? ഇലക്ട്രോണും പ്രോട്ടോണും ആണ് നമ്മൾ മെയിൻലി പറയാം. ഇലക്ട്രോണ് നെഗറ്റീവ് ചാർജും പ്രോട്ടോണ് പോസിറ്റീവ് ചാർജുമാണ്. അത്ര നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പം ഇവിടെ നമ്മളുടെ ഇലക്ട്രോണും പ്രോട്ടോണും സെയിം എമൗണ്ട് ആയിരിക്കും. സെയിം ഇതിലാണെങ്കിൽ അതെന്താ ബാലൻസ്ഡ് ആണെന്നാണ് പറയാം. ഓക്കെ, അപ്പം ഇത് രണ്ടും നമ്മൾ റബ്ബ് ചെയ്യുന്ന കേസിൽ എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് മൂവ്മെന്റ് നടക്കും. റബ്ബ് ചെയ്യുമ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് ഇലക്ട്രോൺസ് പാസ് ചെയ്യും. അതാണ് നടക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഈ നമ്മളെ കയ്യിൽ ആദ്യമുള്ള ഇലക്ട്രോൺസ് ഒന്ന് പോയില്ലേ? ഇന്ന് പോയപ്പോ നമ്മൾ അവിടെ എന്ത് ചെയ്യും? ബാലൻസ് തെറ്റി, അത് ഇംബാലൻസ്ഡ് ആയി അല്ലെ? ബാലൻസ് തെറ്റിയത് കൊണ്ട് അവിടെ എന്താവും? അത് ചാർജ്ഡ് ആവും. അതുപോലെ തന്നെ എന്ത് ചെയ്യും? ഇത് എന്ത് ചെയ്യും? ഒന്ന് അട്രാക്ട് ചെയ്തപ്പം ഇതിനെന്താണ്? എക്സസ് ആയി, കൂടുതലായി അല്ലെ ഇലക്ട്രോൺസ്. അപ്പം അതും ചാർജ്ഡ് ആവും. അവിടെ ഇംബാലൻസ്ഡ് ആയതുകൊണ്ട് അതും ചാർജ്ഡ് ആവും. ഓക്കെ, അത്രയേ ഉള്ളൂ. സിമ്പിൾ ആണ് കേട്ടോ. കുറെ കൂടുതൽ പറഞ്ഞതുകൊണ്ട് കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ടൈപ്പ് ഓഫ് ചാർജസ് ആൻഡ് ദർ ഇന്ററാക്ഷൻസ്. നമ്മൾ ടൈപ്പ് ഓഫ് ചാർജസ് നമ്മളിപ്പോ എന്ത് പറഞ്ഞു? ഇലക്ട്രോൺസും പ്രോട്ടോൺ. ടൈപ്പ് ഓഫ് ചാർജസ് എന്ന് പറയുമ്പോൾ എന്ത്? പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്ന പ്രോട്ടോൺസും നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺസും ആണ് അല്ലെ നമ്മൾ ആറ്റംസിന് പറയുമ്പോൾ. ഓക്കെ, അപ്പൊ നമ്മൾ ടൈപ്പ് ഓഫ് ചാർജസും ആൻഡ് ദർ ഇന്ററാക്ഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, we know that charged objects may have shortage or excess of electrons. ഓക്കെ, അപ്പൊ മാം പറഞ്ഞു അല്ലെ, ചാർജ്ഡ് ഒബ്ജക്ട്സ് എന്ന് പറയുന്ന ഇപ്പൊ രണ്ട് ഒബ്ജക്ട്സ് നമ്മൾ റബ്ബ് ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് ഒബ്ജക്റ്റും ചാർജ്ഡ് ആവും. അതെന്തായിരിക്കും? ഒന്ന് ചിലപ്പോൾ ലോസ് ആണ്, ഇലക്ട്രോൺസ് കുറഞ്ഞതായിരിക്കും. ഒന്നിന് ഇലക്ട്രോൺസ് എന്തായിരിക്കും? കൂടിയതായിരിക്കും. അതാണ് പറയുന്നത്. Okay, we know that charged objects may have shortage or excess of electrons. Okay, objects having an excess of electrons are called negatively charged. Okay, എന്താണ്? ഇലക്ട്രോൺസ് കൂടുതൽ ഇപ്പം ഞാൻ പറഞ്ഞു അത് റബ്ബ് ചെയ്യുമ്പോ എന്തിരുന്നു? നമ്മളുടെ ബോൾ അല്ലേ, സോറി ബലൂൺ അല്ലേ? അപ്പൊ എന്ത് ബലൂൺ ആയിരുന്നു? മാമിന് മിസ്റ്റേക്ക് ആയി പോട്ടോ. ഏത് ബലൂൺ ആയിരുന്നു മക്കളെ? റബ്ബർ ബലൂൺ അല്ലെ? റബ്ബർ ബലൂണും നമ്മൾ ഫറും കൂടെ നമ്മൾ എന്ത് റബ്ബ് ചെയ്തപ്പം ഫറിൽ ഇലക്ട്രോൺസ് ആരെടുത്തു? ആരാ മക്കളെ എടുത്തത്? ബലൂൺ എടുത്തു അല്ലെ? അപ്പൊ ബലൂൺ എടുത്തപ്പോ ബലൂൺ എന്തായി? ഇലക്ട്രോൺസ് കൂടി. ആ ഇലക്ട്രോൺസ് പിന്നെ എന്തായി? അപ്പൊ അതെന്താക്കി? നെഗറ്റീവ്ലി ചാർജ്ഡ് ആക്കി അല്ലെ? അവിടെ നെഗറ്റീവ്ലി ആയി, ഇലക്ട്രോൺസ് അല്ലെ കൂടുതലുള്ള മക്കളെ. അപ്പൊ അതുകൊണ്ട് എന്തായി? അത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയി. അതാണ് നമ്മളുടെ പോയിന്റ്സ് പറയുന്നത്. ഒബ്ജക്ട്സ് ഹാവിംഗ് എൻ എക്സസ് ഓഫ് ഇലക്ട്രോൺസ്, ഒരു കൂടുതൽ ഇലക്ട്രോൺസ് ആണെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് നെഗറ്റീവ്ലി ചാർജ്. while an object having a shortage of electrons are positively charged. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ അനിമൽ ഫറിന്റെ കാര്യം പറഞ്ഞപ്പോ എന്താണ്? അതിനെന്താണ്? ഇലക്ട്രോൺസ് കുറവായി പോയി. അതുകൊണ്ട് അതെന്തായി? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയി അല്ലെ? ഇപ്പൊ നമ്മളുടെ ഞാൻ പറയുന്ന നോക്കിയേ, ജസ്റ്റ് ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവ് ആണ്. പോസിറ്റീവ് ഉള്ളത് 5 ആണ്. ജസ്റ്റ് ആറ്റമിന്റെ കേസാണ്. പോസിറ്റീവ് ഇലക്ട്രോൺസും പ്രോട്ടോണും ന്യൂട്രോണും പ്രോട്ടോണും ഇലക്ട്രോണും ആണ് കേട്ടോ. അപ്പൊ എന്താണ്? ഇത് പ്രോട്ടോൺ, ഓക്കെ. അപ്പൊ എന്താണ്? ഇത് നമ്മള് റബ്ബ് ചെയ്യുമ്പോൾ ഇതൊരു അനിമൽ ഫർ ആണ്, ആറ്റമാണ്. അനിമൽ ഫറിന്റെ ആറ്റം ആണെങ്കിൽ ഇത് റബ്ബ് ചെയ്യുമ്പോൾ എന്ത് ചെയ്തു? ഇതിലുള്ള ഇലക്ട്രോൺ പോയി, ഒരു ഇലക്ട്രോണ് മിസ്സായി. ഓക്കെ, ഇതിലുള്ള ഒരു ഇലക്ട്രോൺ മിസ്സായി. ഓക്കെ, ഒരു ഇലക്ട്രോൺ മിസ്സായി. ഇവിടെ നമ്മളുടെ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഈ പ്രോട്ടോൺസിന് എണ്ണാണ് കേട്ടോ കാണിക്കാനാണ് ഇത് കാണിക്കുന്നത്. അല്ലാതെ ഇത് പ്രോട്ടോൺ ആണെന്നല്ല കേട്ടോ. ഇത് ഇത്രത്തോളം പ്രോട്ടോണും ഇത്ര ഇലക്ട്രോണും ആണെന്നാണ് പറഞ്ഞത്. ജസ്റ്റ് എക്സാമ്പിൾ പറയാണ് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ നമ്മളുടെ ഇതിലുള്ളതുണ്ട് എന്ത്? ഓക്കെ, ഇത് നമ്മൾ എന്താണ്?
ഇത് നമ്മൾ ജസ്റ്റ് ഇതാ ഏതായിരുന്നു മക്കളെ, ഇത് നമ്മുടെ അനിമൽ ഫറും ഇത് നമ്മളുടെ ഓക്കെ, ഇത് റബ്ബർ ബലൂണും ഇത് അനിമൽ ഫറും ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇതിലെന്താണ് എത്ര പ്രോട്ടോൺസ് ഉണ്ട്? ഇത് പ്രോട്ടോൺസ് മാം ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണിച്ചു എന്നുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ഫിഗർ ഒന്നും വരെ ജസ്റ്റ് പറഞ്ഞു എന്നുള്ള. പ്രോട്ടോൺസ് ഇത് 5 എണ്ണും ഇലക്ട്രോൺസ് ഇത് എത്ര ഉള്ളത്? ഓക്കെ, ഇതില് ഓക്കെ, ജസ്റ്റ് മനസ്സിലാവുന്നുണ്ടോ? ജസ്റ്റ് മാം ഒന്നുകൂടി വരയ്ക്കാം. അത് ജസ്റ്റ് അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ജസ്റ്റ് ഇവിടെ 5 പ്രോട്ടോണും ഇവിടെ 5 ഇലക്ട്രോണും ആയിരുന്നു എന്തിലുണ്ടായിരുന്നത്? എന്തിരുന്നു? നമ്മളുടെ ഫറിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ആ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതെന്ത് ചെയ്തു? നമ്മൾ രണ്ടും കൂടെ റബ്ബ് ചെയ്തപ്പോ ഇതിലുള്ള ഇലക്ട്രോൺ എന്ത് ചെയ്തു? ഒന്ന് പോയി എന്തായി? ഇതിലേക്ക് വന്നു. ഓക്കെ, ഈ ഒരു ഇലക്ട്രോൺ എടുത്തിട്ട് നമ്മളുടെ ബലൂണിലേക്ക് എക്സ്ട്രാ ഇലക്ട്രോൺ വന്നു. ആദ്യം ഇതിൽ എത്ര ഉണ്ടായിരുന്നു? 5 ആയിരുന്നു. ഒരു എക്സ്ട്രാ ഇലക്ട്രോണും കൂടെ വന്നു. അപ്പൊ നമ്മളുടെ ഇതെന്ത് ചാർജ്ഡ് ആയി? ഇത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയി. ഈ ഒരു റബ്ബർ എന്തായി? നെഗറ്റീവ്ലി ചാർജ്ഡ്. ഓക്കെ, നെഗറ്റീവ്ലി ചാർജ്ഡ്. ജസ്റ്റ് നെഗറ്റീവ് എന്നുള്ള മാം ഇങ്ങനെ നെഗറ്റീവ് എന്ന് എഴുതിയെന്നുള്ളൂ കേട്ടോ. നെഗറ്റീവ്ലി ചാർജ്ഡും ഇവിടെ എന്തായി? ഇവിടെ ഇലക്ട്രോൺസിന് എണ്ണം കുറഞ്ഞു അല്ല? ഇവിടെ ഇലക്ട്രോൺസിന് എണ്ണം കുറഞ്ഞതുകൊണ്ട് എന്തായി? ഇവിടെ എന്താണ് കൂടുതൽ ഇപ്പൊ ഉള്ളത്? 1 2 3 4 5. ഇവിടെ 4 എണ്ണേ ഉള്ളൂ ഇലക്ട്രോൺ. ഇവിടെ പ്രോട്ടോൺ ആണ് കൂടുതൽ, പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ് കൂടുതൽ. സോ എന്താണ്? പോസിറ്റീവ് ചാർജസ് കൂടുതലായതുകൊണ്ട് ഈ അനിമൽ ഫർ എന്തായി? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയി. ഓക്കെ, ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയി. റബ്ബർ ബലൂൺ എന്തായി? നെഗറ്റീവ്ലി ചാർജ്. ഒന്ന് മനസ്സിലായല്ലോ? അപ്പൊ ജസ്റ്റ് മാമിന്റെ എണ്ണം കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫിഗർ വരച്ചത്. ഓക്കെ, എന്തായിരുന്നു? We know that the charged objects may have a shortage or excess of electrons. Objects having an excess of electrons are called negative. അല്ലെ? കൂടുതൽ ഇലക്ട്രോൺസ് ഉള്ളതിന് നമ്മൾ എന്താ പറയാ? നെഗറ്റീവ്ലി ചാർജ്ഡ്. ഓക്കെ, നെഗറ്റീവ്ലി ചാർജ്ഡ്. ആൻഡ് while an object having shortage of electrons, ഇലക്ട്രോൺസിന് കുറവുള്ളതിന് നമ്മൾ എന്ത് പറയും? പോസിറ്റീവ്ലി ചാർജ്ഡ്. ഓക്കെ, ഓക്കെ, എന്താണ്? ഓക്കെ, ഫോർ ഇൻസ്റ്റൻസ് when a glass rod is rubbed with silk, ഒരു ഗ്ലാസ് റോഡ്, ഓക്കെ, ഒരു ഗ്ലാസ് റോഡ് നമ്മൾ എന്തായിട്ട് റബ്ബ് ചെയ്യണം? സിൽക്ക് ക്ലോത്തുമായിട്ട് റബ്ബ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് പോസിറ്റീവ്ലി ചാർജ് while the silk cloths become negative. ഓക്കെ, നമ്മളുടെ എന്താണ്? ഒരു ഗ്ലാസ് റോഡ് നമ്മൾ സിൽക്ക് ക്ലോത്ത് കണ്ടിട്ടില്ലേ? സിൽക്ക് ക്ലോത്ത് കൊണ്ട് റബ്ബ് ചെയ്യുകയാണെങ്കിൽ ഈ റോഡ് എന്താവും? നെഗറ്റീവ്ലി ചാർജ്ഡ് ആവും. ഓക്കെ, നെഗറ്റീവ്ലി ചാർജ് എന്താണ്? സോറി, ക്ലോത്ത് ഇറ്റ് ബിക്കംസ് എന്താണ്? നമ്മളൊരു ക്ലോത്ത് കൊണ്ട് റോഡ് നമ്മൾ ചാർജ് ചെയ്യാണ്, സോറി റബ്ബ് ചെയ്യുകയാണെങ്കിൽ ഈ റോഡ് പോസിറ്റീവ്ലി ചാർജ്ഡും ഈ സിൽക്ക് ക്ലോത്ത് നെഗറ്റീവ്ലി ചാർജ്ഡും. അപ്പൊ അതെങ്ങനെ ആയിരിക്കും? എവിടെ ആയിരിക്കും ഇലക്ട്രോൺസ് അപ്പൊ കുറവുണ്ടാവുക? നമ്മളുടെ ഗ്ലാസ് റോഡിലായിരിക്കും അല്ലെ? ഗ്ലാസ് റോഡ് പോസിറ്റീവ്ലി ചാർജ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാ? ഇതെന്ത് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും? ഒരു ഇലക്ട്രോൺ അവിടേക്ക് സിൽക്ക് ക്ലോത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഫോർ ഇൻസ്റ്റൻസ് when a glass rod is rubbed with silk cloth, it becomes positively charged while the silk cloth become negatively. സിൽക്ക് ക്ലോത്ത് ഉണ്ടാവും നെഗറ്റീവ്ലി ചാർജ്ഡ് ആവും. ഓക്കെ,
These charged objects are now capable of attracting other charged and uncharged objects. Okay, അപ്പൊ നമ്മളിപ്പോ ഇവിടെ രണ്ടും ചാർജ് ആയി അല്ലെ, നമ്മുടെ ഗ്ലാസ് റോഡും നമ്മളുടെ എന്ത് ക്ലോത്തും ചാർജ്ഡ് ആയി. അത് നമുക്ക് വേറൊരു ഒബ്ജക്ട്സ് ആയിട്ട് എന്ത് ചെയ്യാം, അട്രാക്ട് ചെയ്യാൻ കഴിയുമെന്നാ പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു രണ്ട് ഇവിടെ ഗ്ലാസ് റോഡും ചാർജ് ആയി, സിൽക്ക് ക്ലോത്തും ചാർജ്ഡ് ആയി. ആ രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു ഒബ്ജക്റ്റ് ചാർജ്ഡ് ആയ ഒബ്ജക്റ്റിനെ അട്രാക്ട് ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു അൺചാർജ് ആയ ഒബ്ജക്റ്റിനെ അട്രാക്ട് ചെയ്യാം. ഓക്കെ, അതാണ് പറയുന്നത്. ഓക്കെ, these charges objects are now capable of attracting other charged and uncharged objects. Objects having the same kind of charges repel each other while the object with same kind of charges attract each other. Okay, ഇത് നമുക്ക് അറിയാം എന്താണെന്ന്. സെയിം ഇപ്പം പറഞ്ഞു രണ്ട് ടൈപ്പ് ചാർജസ് ഉണ്ട്. ഏതാണ്? പോസിറ്റീവ് ചാർജും ഉണ്ട്, നെഗറ്റീവ് ചാർജും ഉണ്ട് അല്ലെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പോസിറ്റീവ് നെഗറ്റീവ്. ഓക്കെ, ഈ രണ്ട് ചാർജസും ഇപ്പൊ നമ്മൾ പോസിറ്റീവ് ചാർജും ഒരു പോസിറ്റീവ് ചാർജ് അടുത്ത് കൊണ്ടുപോകുന്ന ഇറ്റ് വിൽ റിപ്പൽ ഓർ അട്രാക്ട്. എന്താ റിപ്പൽ എന്ന് പറഞ്ഞാല്? റിപ്പൽ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? വിട്ടുപോകാൻ വേണ്ടിട്ട് അല്ലെ. അട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് കൂടിച്ചേരാൻ വേണ്ടി. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് ചാർജ് ഇപ്പൊ പോസിറ്റീവ് ചാർജും ആണ് അവന്റെ കയ്യിൽ, അത് രണ്ടും അടുത്തുള്ളത് എന്തായിരുന്നു, അത് അട്രാക്ട് ചെയ്യാൻ കഴിയില്ല, അതെന്ത് ചെയ്യും, റിപ്പൽ ആണ് ചെയ്യുക. ഓക്കെ, അപ്പൊ ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ. സെയിം ലൈക്ക് ചാർജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം ചാർജസ് റിപ്പൽ ചെയ്യും, ബട്ട് അൺലൈക്ക് ചാർജസ് എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. അൺലൈക്ക് ചാർജസ് അട്രാക്ട്. ഇപ്പൊ പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ആണ് അടുത്തേക്ക് വന്നു വെച്ചാൽ ഇറ്റ് വിൽ അട്രാക്ട്. ഓക്കെ, അതുകൊണ്ടാണ് ചില ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, എന്താണ് ഈ ഇപ്പം റബ്ബ് ചെയ്യുന്ന സമയത്ത് അത് അട്രാക്ട് ആവുന്നുണ്ടെന്ന് എങ്ങനെയായിരിക്കും, അവിടെ പോസിറ്റീവ് നെഗറ്റീവ് ചാർജ്ഡ് ആവുമ്പോൾ അത് അട്രാക്ഷൻ സംഭവിക്കുന്നതാണ്. ഓക്കെ, അതാണ് ഈ പോയിന്റിൽ പറയുന്നത്. ഒബ്ജക്ട്സ് ഹാവിംഗ് എ സെയിം കൈൻഡ് ഓഫ് ചാർജസ് റിപ്പൽ ഈച്ച് അതർ വൈൽ ഒബ്ജക്ട്സ് വിത്ത് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ. ഓക്കെ, ഇവിടെ നോക്കിയേ ഉണ്ടോ, ഈ രണ്ട് ലൈക്ക് ചാർജസ് ആണ്, പോസിറ്റീവ് ലൈക്ക് ചാർജസ് ആണ്. അതുകൊണ്ട് എന്താണ്, റിപ്പൽഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, ഇവിടെ റിപ്പൽഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, റിപ്പൽഷൻ. ഓക്കെ, ലൈക്ക് ചാർജ് റിപ്പൽ. ഇവിടെ നോക്കിയേ, ഓപ്പോസിറ്റ് ചാർജ് എന്താ ചെയ്യുന്നത്, അട്രാക്ഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, ഓപ്പോസിറ്റ് ചാർജ് അട്രാക്ട്. ഓക്കെ, ഇവിടെ നടക്കുന്നത് എന്താണ്, അട്രാക്ഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായിരുന്നു, നമ്മൾ റിപ്പൽഷൻ പഠിച്ചു അല്ലെ. എങ്ങനെയായിരുന്നു, ലൈക്ക് ചാർജ് റിപ്പൽ ചെയ്യും അല്ലെ, റൈറ്റ് ചാർജസ് റിപ്പൽ ചെയ്യും. സെയിം ചാർജ് ലൈക്ക് ചാർജസ് ഉദ്ദേശിച്ച എന്താ മക്കളെ, സെയിം ചാർജസ് അത് റിപ്പൽ ചെയ്യും. ഓപ്പോസിറ്റ് ചാർജസ് എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും അല്ലെ. അപ്പൊ അത് മൈൻഡിൽ എപ്പോഴും വെക്കണം, മറക്കാൻ പറ്റാത്ത കാര്യമാണ്. ഓക്കെ, ലൈക്ക് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ. ഇങ്ങനെയായിരുന്നു, ലൈക്ക് ചാർജ് അട്രാക്ട് ആണോ? ഇല്ലല്ല, മാമിന്റെ മിസ്റ്റേക്ക് ഒന്നും. ലൈക്ക് ചാർജ് എന്തായിരുന്നു, റിപ്പൽ ഈച്ച് അതർ. അൺലൈക്ക് ചാർജ് അട്രാക്ട് ഈച്ച് അതർ. ഓക്കെ, അങ്ങനെയായിരുന്നു അല്ലേ പഠിച്ചേ. ഓക്കെ, വാട്ടർ ഈസ് ആൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്? ഈ നമ്മളിപ്പോ പറഞ്ഞു, മാം പറഞ്ഞു ഈ അട്രാക്ഷൻ റിപ്പൽഷൻ എന്നൊക്കെ പറയുന്നത് അല്ലെ. നമ്മൾ രണ്ട് ലൈക്ക് ചാർജസ് ഇങ്ങനെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താണ്, അത് അട്രാക്ട് ഭയങ്കരമായിട്ട് റിപ്പൽഷൻ ചെയ്യും. അവിടെ ഒരു ഫോഴ്സ് ആണ് നടക്കുന്നത് അല്ലെ. അത് അടുപ്പിക്കാതെ നമുക്കൊരു ഫോഴ്സ് വരികയാണ്. അതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താ പറയുന്നത്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ റിപ്പൽഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ ചാർജ് ഒബ്ജക്ട് ഈസ് കോൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഓക്കെ, ഈ ചാർജ് ഒബ്ജക്ട്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ ഫോഴ്സ്, അത് എന്തൊക്കെ ഫോഴ്സ് ആയിരിക്കാം, റിപ്പൽസീവ് ഫോഴ്സ് ആയിരിക്കാം, അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. അത് നമ്മൾ പറയുന്നത് എന്താണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നാ പറയുന്നത്. ഓക്കെ, എന്താണ് ഡെഫിനിഷൻ, ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ ചാർജ്ഡ് ഒബ്ജക്ട്സ് ഈസ് കോൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഓക്കെ, ഇതാണ് എന്താ, ഇവിടെ എന്ത് ഫോഴ്സ് ആണ് നടക്കുന്നത്, ആലോചിച്ച് പറഞ്ഞ എന്താണ്, അട്രാക്റ്റീവ് ഫോഴ്സ് ആണല്ലേ. അവിടെ അട്രാക്ഷൻ ആണ് നടക്കുന്നത്. ഇവിടെ എന്തായിരിക്കും, സെയിം ചാർജസ് ആയതുകൊണ്ട് എന്തായിരിക്കും, റിപ്പൽഷൻ ആയിരിക്കും നടക്കുന്നത്. ഓക്കെ, റിപ്പൽഷൻ ആയിരിക്കും അല്ലെ. ഇവിടെ എന്താ അട്രാക്ഷൻ സ്പെല്ലിംഗ് പറ്റിയോ, അട്രാക്ഷനും ഇവിടെ റിപ്പൽഷനും ആണ് നടക്കുന്നത്. അപ്പം ഈ ഒരു ഫോഴ്സിനെ പറയുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ ചാർജ്ഡ് ഒബ്ജക്ട്സ് അല്ലെ. ചാർജ് ഒബ്ജക്ട്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ ഫോഴ്സുകൾ ഏത് ഫോഴ്സുകളാണ് മക്കളെ, അട്രാക്ഷനും റിപ്പൽഷനും. ആ പറയുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയും. ഓക്കെ, പിന്നെന്താണ്, വാട്ട് ഈസ് എ സ്റ്റാറ്റിക് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോകാൻ.
സ്റ്റാറ്റിക് ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റാറ്റിക് ഇലക്ട്രിക്? സ്റ്റാറ്റിക് എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? സ്റ്റാറ്റിക്, ഐ എം സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാറ്റിക് ഡൈനാമിക് എന്ന് കേട്ടിട്ടുണ്ടാവും. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മൂവ് ചെയ്യാത്തതിനെ നമ്മൾ സ്റ്റാറ്റിക് എന്ന് പറയും. ഓക്കെ, അതുപോലെ ഇലക്ട്രിക് ചാർജ് എന്താണ്? മൂവ് ചെയ്യാതെ. സ്റ്റാറ്റിക് ചാർജ്, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അല്ലെ? സ്റ്റാറ്റിക് ചാർജ്, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഈസ് ആൻ ഇലക്ട്രിക് ചാർജ് വിച്ച് ഡസ് നോട്ട് മൂവ്. അത് മൂവ് ചെയ്യൂല. വിച്ച് ഡസ് നോട്ട് മൂവ്. സ്റ്റാറ്റിക് ചാർജ് ആർ റിസൾട്ട് വെൻ ടു ഒബ്ജക്ട്സ് ആർ റബ്ബഡ് വിത്ത് ഈച്ച് അതർ. ഈ സ്റ്റാറ്റിക് ചാർജ് ഉണ്ടാവുന്നത് രണ്ട് ഒബ്ജക്റ്റ് റബ്ബ് ചെയ്യുമ്പോഴാണ്. Okay, static charge are result when two objects are rubbed with each other. When two surfaces come in contact with each other repeatedly, it results in the transfer of electrons from one material to another. അല്ലെ, നമുക്കറിയാം നമ്മൾ റബ്ബ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസിന് ട്രാൻസ്ഫറിങ് ആണ് അവിടെ നടക്കുന്നത്. റബ്ബിങ് ശരിക്കും ഒരു സ്റ്റാറ്റിക് ചാർജ് ആണ് നടക്കുന്നത്. ഓക്കെ, The strength of an electric charge depends upon the different factors such as temperature and humidity. ചാർജസ് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തൊക്കെയാണ്? ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ മക്കളെ ഹ്യൂമിഡിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പ്രോപ്പർട്ടീസ് ഓഫ് സർഫസിന്റെ പ്രോപ്പർട്ടീസ്, എന്ത് സർഫസ് ആണ് എന്നുള്ളത് ഡിപ്പെൻഡ്, സച്ച് ആസ് ഇറ്റ്സ് മെറ്റീരിയൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ബലൂണും ഒരു വൂൾ സെറ്റും ആണ് ജസ്റ്റ് എക്സാമ്പിൾ കൊടുത്തത്. നമ്മള് അവിടെ ചാർജ് അല്ലെ, നെഗറ്റീവ്ലി ചാർജ്, ഇവിടെ പോസിറ്റീവ്ലി ചാർജ് ആണ് കാണിക്കുന്നത് അല്ലെ. അപ്പൊ എന്തായിരിക്കും ഇവിടെ നടക്കുക? അട്രാക്ഷൻ ആയിരിക്കും നടക്കുക അല്ലെ. ഇവിടെ എന്താ സംഭവം? ഇതൊരു സ്റ്റാറ്റിക് ചാർജസ് ആണ് നടക്കുന്നത്. ഇവിടെ നമ്മളിപ്പോ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഫ്ലോ ഓഫ് ചാർജസ് ആണ്. അവിടെ ചാർജസ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന, അത് സ്റ്റാറ്റിക് ആണോ? അല്ല, ഇലക്ട്രിസിറ്റി അവിടെ ഫ്ലോ ആണ് നടക്കുന്നത്. ഇവിടെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി സ്റ്റാറ്റിക് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഈ റബ്ബ് ചെയ്യുന്ന റിപ്പിളാണ് കിട്ടുന്നത്. അവിടെ ചാർജസ് മൂവ് ചെയ്യുന്നില്ല, ചെറിയ മൂവ്മെന്റ്, ജസ്റ്റ് അവിടെ വെക്കുമ്പോഴുള്ള മൂവ്മെന്റ് എന്നല്ലാതെ ഫ്ലോ ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് പറയുന്നത്. ഓക്കെ, എന്താ ഒന്നുകൊണ്ട് റീഡ് ചെയ്ത് നോക്കിയാലോ? What is static electric charge? Static charge or static electricity is an electric charge which does not move. Okay, static charge are result when two objects are rubbed with each other. When two surfaces come in contact with each other repeatedly, it results in the transfer of electrons from one material to another. Okay, the strength of an electric charge depends upon different factors. Strength depends ചെയ്യുന്ന factors എന്തൊക്കെയാണ്? Temperature and humidity അല്ലെ. Temperature humidity depend ചെയ്യുന്നുണ്ട്. പിന്നെ properties of the surface such as it's the material. എന്ത് മെറ്റീരിയൽ ആണോ? നമുക്കറിയാം, നമ്മൾ പറഞ്ഞു വൂളൻ, അതുപോലെ ഫർ, അനിമൽ ഫർ ഒക്കെ പല മെറ്റീരിയൽസിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ചാർജസ് അല്ലെ. Okay, in opposite of to static charge there is an electric current. ഞാൻ പറഞ്ഞു സ്റ്റാറ്റിക് ചാർജിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇലക്ട്രിക് കറന്റ് അല്ല, അവിടെ ഫ്ലോ ആണ് നടക്കുന്നത്. Okay, the electric current results when the charges flow or move from one point to another. The electric current results in glowing of bulb or working of all electrical appliances. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇലക്ട്രിക് കറന്റ് അത് ചെയ്യുന്നത്? ഇലക്ട്രിക് കറന്റ് ഫ്ലോ ഓഫ് ചാർജസ് ചെയ്തിട്ട് പല അപ്ലയൻസസും നമുക്ക് ഇലക്ട്രിസിറ്റി അല്ലേ മക്കളെ? അല്ലെ, നമുക്കറിയാം ഇലക്ട്രിസിറ്റി ഇല്ലാതെ നമുക്ക് നൗഡേസ് ഒരിക്കലും ലൈഫല്ല, ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് ഇലക്ട്രിസിറ്റി. ഓക്കെ, അപ്പൊ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫ്ലോ ഓഫ് ചാർജസ് ആയിരുന്നു. ഓക്കെ, അപ്പൊ എന്താ ഇവിടെ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? In opposite static charge there is an electric current. The electric current results when the charges flow or move from one point to another. This electric current results in glowing. അല്ല, ഇലക്ട്രിക് കറന്റ് എന്താണ്? ബൾബ് ഗ്ലോ ചെയ്യുന്നു, or working of all electric appliances. അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രിസിറ്റിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഫ്ലോ ഓഫ് ചാർജസ് ആണ് ചെറിയൊരു ഡെഫിനിഷൻ പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിക്ക് നമ്മൾ പറയാം അല്ലെ, ഫ്ലോ ഓഫ് ചാർജസ് അല്ലെ. ഓക്കെ, ഇതെന്താണ്? ജസ്റ്റ് മാം ഒരു എക്സാമ്പിൾ ജസ്റ്റ് കൊടുത്തുന്നുള്ളൂ. മൂവിങ് ചാർജസ് ഇവിടെ മൂവ് ചെയ്യുന്നുണ്ടോ? മൂവിങ് ചാർജസ് ജനറേറ്റ് കറന്റ്, മൂവിങ് ചാർജസ് ജനറേറ്റ് കറന്റ് ഇലക്ട്രിസിറ്റി. അഡീഷൻ ഓഫ് ചാർജസ് ഉണ്ടോ? ഇങ്ങനെ മൂവ് ചെയ്യുന്നതാണ്. ജസ്റ്റ് ഒരു ഫിഗറിൽ മാം കാണിച്ചു എന്നുള്ളൂ, കൺഫ്യൂസ്ഡ് ആവണ്ട കേട്ടോ. ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഇപ്പൊ ഈ ഒരു പാർട്ടിൽ എന്തായിരുന്നു പഠിച്ചത്?
ഇലക്ട്രിക് ചാർജസിന് അല്ലെ നമ്മൾ മെയിൻ ആയിട്ട് നാച്ചുറൽ ഫിനോമിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ. നാച്ചുറൽ ഫിനോമിനയില് നമ്മളുടെ മെയിൻ ഈ ഒരു ചാപ്റ്റർ ലൈറ്റ്നിങ് എർത്ത് ആണ് പറയുന്നത്. അപ്പൊ ലൈറ്റ്നിങ്ങിന്റെ എന്തായിരുന്നു, ലൈറ്റ്നിങ് എന്ന് പറയുന്നത് എന്തായിരുന്നു, അവിടെ ചാർജിന്റെ അക്യുമുലേഷൻ ആണ് നടക്കുന്നത് ക്ലൗഡ്സിൽ അല്ലെ. അപ്പൊ അതിൽ വെച്ചിട്ടാണ് നമ്മൾ ചാർജസ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. വാട്ട് ആർ ചാർജസ്? അപ്പൊ നമുക്ക് മനസ്സിലായി ഇലക്ട്രോൺസും ആറ്റംസ് എന്ന് പറഞ്ഞാൽ അതിൽ സബ് പാർട്ടിക്കിൾസ് ആയ ഇലക്ട്രോൺസ് പ്രോട്ടോൺസ് ഉണ്ട്. ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. പ്രോട്ടോൺസ് പറയുന്നത് എന്ത് ചെയ്യുന്നു മക്കളെ, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരുന്നു അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ അതൊക്കെ പഠിച്ചു കഴിഞ്ഞു. ആ ചാപ്റ്റർ അല്ലെ, ആ ഒരു പാർട്ട് നമ്മൾ കഴിഞ്ഞു. പിന്നെ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ഇലക്ട്രോൺസും പ്രോട്ടോൺസും നമ്മൾ പഠിച്ചു. പിന്നെ എന്തായിരുന്നു, അവരെങ്ങനെ ചാർജ്ഡ് ആവുന്നത് എങ്ങനെ പഠിച്ചത്? അവർ റബ്ബിങ്ങിൽ എങ്ങനെ ചാർജ് ആവുന്നത്, അവരുടെ ഇലക്ട്രോൺസിന് ട്രാൻസ്ഫറിങ് ആണ് നമ്മൾ അവിടെ ചാർജ് ആവുന്നതെന്ന് പഠിച്ചു അല്ലെ. ഒരു ഒബ്ജക്റ്റിൽ നിന്ന് മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് എന്ത് പോകുന്നുണ്ട്, ഇലക്ട്രോൺസ് പോകുന്നുണ്ട്. അപ്പോഴാണ് നമ്മളുടെ എക്സസ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ വൺ ഒബ്ജക്ട് ആൻഡ് എന്തായിരുന്നു ലോസേജ് ഓഫ് ഇലക്ട്രോൺസ് അല്ല. ഒരു ഒബ്ജക്റ്റിൽ ലോസേജ് നടക്കുമ്പോൾ അവിടെ 2 പാർട്ടിക്കിൾസ് വിൽ ബി ചാർജ്ഡ്. ഓക്കെ, 2 പാർട്ടിക്കിൾസും ചാർജ്ഡ് ആവണമെന്ന് പഠിച്ചു. ഓക്കെ അല്ലേ, ഈ പാർട്ട് ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ പറയുന്നു നമ്മളെ 2 ചാർജസ് ഏതൊക്കെയായിരുന്നു, നെഗറ്റീവ്ലി പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. അതിൽ ഇന്ററാക്ഷൻസ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു, റിപ്പൽഷനും അട്രാക്ഷനും നടക്കുന്നുണ്ട്. എന്തായിരുന്നു, ലൈക്ക് ചാർജ് എന്തായിരുന്നു, റിപ്പൽ ഈച്ച് അതർ, അൺലൈക്ക് ചാർജ് അട്രാക്ട് ഈച്ച് അതർ അല്ലെ. അതിൽ നമ്മൾ വരുന്ന ഈ അട്രാക്ഷൻ റിപ്പൾഷൻ എന്ന ഫോഴ്സ് എന്നാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഓക്കെ, നിങ്ങളോട് ചോദിച്ചാൽ ഏതാണ് കേട്ടോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ ഡെഫിനിഷൻ എന്താണ്. ഓക്കെ, പിന്നെ എന്തായിരുന്നു, അല്ലെ നമ്മളുടെ ചാർജസ് ലൈക്ക് ചാർജ് റിപ്പൾഡ് ഒക്കെ ഓർമ്മയല്ലേ? ഇതൊക്കെ നിങ്ങൾ വരയ്ക്കാൻ പഠിക്കുന്നുണ്ട്. സിംപിളി നമ്മൾ ചാർജസിന് ഫിഗർ വരയ്ക്കുക. റിപ്പൾഷൻ ആണെങ്കിൽ നമ്മുടെ ആരോ മാർക്ക് ഇങ്ങോട്ട് ഔട്ട് സൈഡിലേക്ക് ഇടാം. അട്രാക്ഷൻ ആണ് ആരോ മാർക്ക് ഇന്നിലേക്ക് ഇടാം. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് ഇതിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ റിപ്പൾഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ ചാർജ് ഒബ്ജക്ട് അല്ലെ. ചാർജ് ഒബ്ജക്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന അട്രാക്ഷനോ റിപ്പൾഷനോ പറയുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ സ്റ്റാറ്റിക് ഇലക്ട്രിക് ചാർജ് എന്തായിരുന്നു, എന്തിന് എക്സാമ്പിൾ എന്തായിരുന്നു, നമ്മളെ റബ്ബ് ചെയ്യുന്ന അല്ലെ, 2 ഒബ്ജക്ട്സ് റബ്ബഡ് വിത്ത് ഈച്ച് അതർ എന്നൊരു എക്സാമ്പിൾ ആണ് സ്റ്റാറ്റിക്. അല്ലാതെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ എന്ത് പഠിച്ചു, ഇലക്ട്രിക് കറണ്ട് അല്ലെ, നേരെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ പാർട്ടിൽ നമ്മൾ ഈ ചാപ്റ്ററിന്റെ തുടക്കം ഫസ്റ്റ് പാർട്ടാണ് ഇപ്പൊ മാം എടുത്തത്. ഫസ്റ്റില് ജസ്റ്റ് നമ്മൾ നാച്ചുറൽ ഫിനോമിന എന്നാണ് പറഞ്ഞത് അല്ലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈറ്റ്നിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. അതിൽ ചാർജസിനെ കുറിച്ചിട്ടാണ് പഠിച്ചത്. ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ട്രാൻസ്ഫർ ഓഫ് ചാർജസ് ഉണ്ട്. എങ്ങനെ ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നതിനൊക്കെയുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പാർട്ട് ഓക്കെ അല്ലേ? ഓക്കെ.